ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ദിവസം കഴിഞ്ഞെങ്കിലും ഇന്നിപ്പോൾ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. 14-ാം തീയതിക്ക് കടന്നു. അപ്പോൾ ഞാൻ അറിയാമല്ലോ 12 മണിക്ക് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പതിവ് പോലെ രാവിലെ എണീറ്റു കുട്ടികളെ കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഡിമ്പിളിനെ സംബന്ധിച്ച് കുറേ പർച്ചേസിങ് ഉണ്ട്. ഇന്നത്തെ ബർത്ത്ഡേക്കുള്ള സാധനങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നാണ് പ്ലാനൊക്കെ മാറ്റിയത്. ആദ്യം ബാംഗ്ലൂരിലാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു ആരും ഇല്ലാണ്ട് ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊരു ബർത്ത്ഡേ വേണ്ട, അപ്പോൾ സ്കൂളിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പോയി തുടങ്ങിയാൽ പിന്നെ ക്ലാസ്സിലാണല്ലോ കേക്ക് കട്ടിങ്ങും സ്വീറ്റ്സ് കൊടുക്കലൊക്കെ. അങ്ങനെ അവരിത് റെഡിയായി പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഡോൺ ഇന്ന് ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാവില്ല, നാളെ വരുള്ളൂ. അപ്പോൾ ഞാനിത് ധൈര്യമായിട്ട് പറയാൻ കാരണം ഓൾറെഡി അവനിവിടെ എത്തിയതിന് ശേഷമാണ് നിങ്ങളിത് കാണുക. അപ്പോൾ സാധാരണ എല്ലാവരും പറയും വീട്ടിലെല്ലാ കാര്യങ്ങളും പറയരുത് കേട്ടോ, കള്ളന്മാരുടെ ശല്യം ഉണ്ടാവും, അതാവും ഇതാവും എന്നൊക്കെ. ഞാൻ സാധാരണ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാറുള്ളൂ കേട്ടോ. അങ്ങനെ ഡോൺ കുട്ടികളുടെ പോലെ ബാഗൊക്കെ ഇട്ടിട്ട് അവൻ യാത്രയായി. ഇനിയിപ്പോൾ നാളെ രാവിലെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും മക്കളും കൂടിയിട്ട് ഫസ്റ്റ് സ്കൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ പ്ലാവ് അറിയാലോ, ഞാൻ എപ്പോഴും പറയണതല്ലേ, നിറച്ചല്ലേ നമ്മൾക്ക് ഫ്രണ്ടിലും ബാക്കിലും അത് ഇലകൾക്ക് ഒരു കുറവുമില്ല. നമ്മൾക്ക് മരമില്ലെങ്കിലും ഇലകൾക്ക് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഡിവൈൻ പറയും മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, കാരണം ഇല ഇങ്ങോട്ട് പോരില്ല അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ വെയിൽ കാണുന്ന സമയം നോക്കിയിട്ടാണ് ചിലപ്പോൾ ഞാനാവും, ചിലപ്പോൾ ഡിവൈനാവും, ചിലപ്പോൾ ഡാഡിയാവും, ആരാണ് അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ആ ഒരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒറ്റയടി അടിച്ചിട്ട് കോരുകൊണ്ട് അപ്പുറത്തേക്ക് എടുത്ത് ഇടുക ചെയ്യാം കേട്ടോ എല്ലാം. അങ്ങനെ അതോടുകൂടി അപ്പോൾ ഞാനും വിചാരിച്ചു ജനലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന പണികൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് അതിന് വേണ്ടി പ്രത്യേക ഒരു സമയം മുമ്പെങ്ങനെയാണെന്ന് വെച്ചാൽ 8 മണി എന്ന് പറഞ്ഞാൽ ഇന്ന സാധനം നമ്മൾ ചെയ്തിരിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വിചാരിച്ചാൽ പോലും ചെയ്യാനായിട്ട് വെച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ആ സമയം അങ്ങോട്ട് തെറ്റിപ്പോയി വേറൊരു പരിപാടിയിലേക്ക് ഏർപ്പെടേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയോടൊരു കാര്യത്തിൻ്റെ ഒരു സംഭവത്തിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ 3 തവണ ഫോൺ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് പറയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതായത് ഭയങ്കര തിരക്കാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ ഡിവൈനും മോനും മുകളിലേക്ക് പോയി. ചാക്കോച്ചന് ഉറങ്ങേണ്ട സമയമായി. ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്ത് വന്നു. അപ്പോഴേക്കും ഡിംപിളും ഡാഡിയും തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ എന്താ പറയുക, നല്ല വെയിൽ. അപ്പം ഇവിടെ ചാക്കോച്ചൻ്റെ വോക്കറുമേ നിറച്ച് അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഡിവൈൻ വേഗം അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്സിന് എണീക്കുമ്പോഴേക്കും കുട്ടികൾ തിരിച്ചു വരും. വന്നു നമ്മുടെ 2 പിള്ളേർസ് മടങ്ങി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് തോമ ശരിക്ക് അപ്പനെ അന്വേഷിച്ചെങ്കിലും ഉച്ചയ്ക്ക് സാധാരണ വരാത്ത കാരണം അവനതിനെക്കുറിച്ച് ചിന്തയില്ല. രാത്രിയിൽ എന്താവും എന്നുള്ളത് അറിയില്ല, കാരണം അപ്പയില്ലാണ്ട് അവന് പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതിപ്പോൾ എന്തുട്ടാണ് വരണേന്നുള്ളത് എനിക്കൊരു ഗന്ധമില്ല കേട്ടോ. സമയം കുറേ ലേറ്റായപ്പോൾ എനിക്ക് എവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു പിടുത്തമില്ല. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങളിന്ന് പർച്ചേസിങ്ങിന് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ട് ഡിമ്പിളിന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കെസ്റ്ററിനുള്ള ബൊക്കെ വാങ്ങിക്കണം. പിന്നെ നാളെ മറ്റേ സ്കൂളിൽ ബർത്ത്ഡേ പാർട്ടിക്കുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ 3 ആളും കൂടിയുള്ള കളിയാണ് കേട്ടോ. പാച്ചൂട്ടനും 3 ആളും ആനക്കുട്ടികളായിട്ടുള്ള കളിയാണ്. അങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പകുതിയിൽ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള കാര്യങ്ങൾക്ക് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ രാത്രി വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അതുവരയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ കുട്ടികളുടെ ചോറും പാത്രം. അപ്പോൾ ഇതാണ് കുറേ പേര് ചോദിച്ചു കേട്ടോ ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ട് തോന്നുന്നുണ്ട്, ഓൺലൈനിൽ എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ കെൻഡ്രിക് എന്നുള്ള പേരും തോമുവിൻ്റെ ഇവാൻ തോമസ് എന്നുള്ള പേരും. പക്ഷേ ഇവരുടെയൊക്കെ പേരിങ്ങനെയാണെങ്കിലും വിളിക്കുന്നത് ഇപ്പോഴും എല്ലാവരും തോമു പാച്ചു എന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പട്ടികൾക്കുള്ള ഫുഡും കൂടി നേരത്തോടെ കൊടുക്കുക, കാരണം ഇന്ന് എനിക്ക് വാരി കൊടുക്കാൻ നേരമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ 4 മണിയോട് കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡിമ്പിളിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഇറങ്ങി നടത്തറ സിഗ്നൽ ഞങ്ങൾ പോകണോടത്തൊക്കെ ബ്ലോക്കാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും 3 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കുറേ ലേറ്റായി. അപ്പോൾ അങ്ങനെ 4 മണി കഴിഞ്ഞു കേട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റ് പോയത് നമ്മുടെ
എവിടേക്കാണ് നമ്മളുടെ കാസിനോ ഹോട്ടലിൻ്റെ ഉള്ളിൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ നിന്ന് കുറേ പ്രാവശ്യമായില്ലേ പറയണു സോറി കേട്ടോ. അവിടെ കാസിനോയിൽ നമ്മൾക്ക് മെയിനായിട്ട് നമ്മുടെ കുട്ടികൾക്കും ഞാനായാലും ഫ്രോസൺ ഫുഡ്സ് കുറേ യൂസ് ചെയ്യണ കൂട്ടത്തിലാണ്. നഗറ്റ്സ് ആയി ഇപ്പം ഞാൻ കുറേശ്ശെ ഉണ്ടാക്കി തുടങ്ങി. എന്നാലും അതിൻ്റെ മാത്രമായിട്ടൊരു ഷോപ്പ് കാസിനോൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം അവിടെ ഷെഹനാസിൽ കനകാൻറ്റീൻ്റെ അടുത്ത് പോകാറുള്ളതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിമ്പിളുടെ വ്ളോഗിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ റിസോർട്ടിൽ പോയിട്ട് നമ്മളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള പഴക്കമാണ് കനകാൻറ്റി ആയിട്ട് കേട്ടോ ഷെഹനാസിൽ. അപ്പോൾ ആ പോണോടത്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഒന്ന് പോയി ഒന്ന് നോക്കാം. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒന്നെങ്കിൽ മണ്ണുത്തി മറ്റേ ഫാമിൽ അല്ലെങ്കിൽ നെസ്റ്റോയിൽ അവിടുന്ന് രണ്ടിടത്തു നിന്നാണ് നമ്മൾ നഗറ്റ്സ് ആയാലും പിന്നെ സോസേജ് ആയാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാണ് ഷോപ്പ് എന്നറിയാണ്ട് കനകാൻറ്റീൻ്റെ അവിടെ പോയി ചെന്നിട്ട് ചോദിക്കാമെന്ന് വെച്ചപ്പോഴാണ് തൊട്ട് പിന്നിലാണ് ആ ഷോപ്പ് എന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിശദമായ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഡിമ്പിളുടെ വീഡിയോയിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ പോണു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങടെ പോയി ഞങ്ങൾ അവിടുന്ന് ഈ സ്ഥലം കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത്. കാസിനോ ഹോട്ടലിൻ്റെ അകത്താണ്. അപ്പോൾ കാസിനോ ഹോട്ടൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ എൻ്റെ കല്യാണം നടന്നത് കാസിനോ ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ മുമ്പിൽ കൂടെ കിടക്കുമ്പോൾ കാസിനോ എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഞങ്ങളുടെ കല്യാണം അവിടെ വെച്ചായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു അധികം ഹോട്ടൽസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അന്ന് അവിടെയായിരുന്നു. അന്ന് തൊട്ട് ഈ ഹാളുകളിൽ നടത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ബെസ്റ്റിലേക്കാണ് വന്നത്, ബെസ്റ്റ് ട്രേഡിങ്സിലേക്ക്. അവിടെ വന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഡിമ്പിളുടെ ഇതിൽ കാണും കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ റിലയൻസിൻ്റെ അപ്പുറത്ത് ബ്യൂട്ടി ഫ്ലവർ മാർട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മളുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ നമ്മളുടെ കെസ്റ്ററിൻ്റെയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടെ ഇന്ന് നമ്മളുടെ നിന്ന് കുറേ വരുന്നുണ്ട്. എന്തോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു കെസ്റ്ററും പാച്ചും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ എന്ന വാക്ക് വരുന്നത്. എന്തോ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. എൻ്റെ എന്താ പറയുക ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കില്ല. കാരണം ഒരു വശത്ത് സന്തോഷം ഉണ്ടെങ്കിലും മറ്റു വശത്ത് ആ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ചോയ്സിൽ കയറി. ചോയ്സിൽ ഇറങ്ങിയിട്ട് ഡാഡി പാലും പിന്നെ നാളേക്കുള്ള ചന്ദനത്തിരി അത് വാങ്ങിക്കാൻ മറന്നുപോയി. ബെസ്റ്റിൽ നിൽക്കുമ്പോൾ അത് വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ ചന്ദനത്തിരിയും ഒരു ബ്രെഡും വാങ്ങിയിട്ട് പോന്നു. നാളെ രാവിലെ ഇനിയിപ്പോൾ ഒന്നും നിൽക്കണ്ട. കാരണം ഡോണില്ല. പിന്നെ ക്ടാങ്ങൾ സ്കൂളിൽ പോകും. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കല്ലേ വേണ്ട. അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പാച്ചു ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ പണ്ടത്തെ വീഡിയോസ് ഉണ്ട്. സത്യത്തിൽ എൻ്റെ ഫോണിൽ ഒറ്റ പണ്ടത്തെ ഫോട്ടോസ് ഇല്ല കേട്ടോ പാച്ചുവിൻ്റെ. അപ്പോൾ ഈ ഫോട്ടോസ് ഇരുന്നിട്ട് അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ മുത്തുന്ന ഒരു രീതിയുണ്ട്. എപ്പോഴും ഇങ്ങനെ കവിളത്ത് ഇങ്ങനെ പിടിച്ച് മുത്തുക. അതന്നെ ഇപ്പോഴും മുത്തുക. അപ്പോൾ അവനറിയാം അത് അവനാണെന്ന്. ബാക്കിയൊക്കെ വാവയാണ്, ഇത് അവനാണെന്ന് അവനറിയാം. അപ്പോൾ അത് നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഫോട്ടോ കണ്ടപ്പോഴാണ് പഴയ ഇതൊക്കെ ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊന്നും ഓർക്കാണ്ട് 3 വർഷമായെങ്കിലും നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ. അപ്പോൾ ഞാനതൊന്നും ഓർക്കാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ കുട്ടി ഇത് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും എന്താ പറയുക പഴയ കാര്യങ്ങൾ കുറേ ഓർമ്മ വന്നു കേട്ടോ. അവിടുന്ന് ഞാൻ വേഗം അവർക്ക് ഒരു ട്രിപ്പ് ഞാൻ ഫുഡ് കൊടുത്തിട്ടാണ് പോയത്. എന്നാലും ഞാൻ വിചാരിച്ചു രാത്രി കിടക്കുന്ന സമയത്ത് ഒന്നും കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് ഒന്ന് കഴുകിയിട്ടു. കാരണം നേരത്തോടെ ഇന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അടച്ചിട്ടില്ലെങ്കിൽ കാക്കയുടെ ശല്യം ഭയങ്കര. അപ്പം ഞാൻ അടച്ച കാരണം അവർ മൂത്രം ഒഴിച്ചു അറിയാണ്ട്. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ടു. അപ്പോൾ രണ്ടാമത് കൊടുക്കുന്ന സമയത്ത് കയറ്റി പൂട്ടിയിടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രാത്രി ആവണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡിവൈനും കുട്ടികൾ നേരത്തോടെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തോമ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈനും മക്കളും വേഗം കിടന്നു. കാരണം കുട്ടികളൊക്കെ കിടക്കുമ്പോഴല്ലേ ഇനിയിപ്പോൾ ഡോണിനെ കാത്തിരിക്കുകയും വേണ്ടല്ലോ. അങ്ങനെ അവർ കിടന്നു. ഞങ്ങൾ കഞ്ഞിയാണ് വെച്ചത്. അപ്പോൾ ഞാൻ കഞ്ഞിയും വെറുതെ മുട്ട പൊരിച്ചു, അച്ചാറും പിന്നെ മറ്റേ എന്താ പറയുക ചൂനിമുളക് കാന്താരി മുളക് അത് അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി സുഖമായിട്ട് കഞ്ഞി നല്ല ചൂട്ടോടെ കുടിച്ചു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഡിമ്പിളിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ നാളേക്കുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയണത്. ഡിമ്പിളുടെ വീഡിയോസിലുണ്ട്, എല്ലാം വിശദമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുകയും പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനാണ് ഡിമ്പിളിനൊക്കെ വീഡിയോസ് എടുത്തു കൊടുക്കണ്ടായിരുന്നത്. ഇന്ന് ഡിവൈന് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. കാരണം തോമു ഒരു വശത്ത് ഉറങ്ങി, ചാക്കോച്ചനും ഒരു വശത്ത് ഉറങ്ങി. മറ്റേത് ഡോണിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ വെറുതെ മുട്ട ചിക്കി പിരിച്ചുള്ളൂ. വെറുതെ കുത്തിപ്പൊടിയും സവോള ഒരു തുണ്ടും ഇട്ടിട്ട് ചെയ്തുള്ളൂ.
അപ്പോഴേക്ക് ഡിമ്പിളുടെ ക്രാഫ്റ്റ് വർക്ക് ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. നാളേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അടുക്കളയിലത്തെ പരിപാടികളൊക്കെ വേഗം കഴിച്ചിട്ട് ഇനിയിപ്പോൾ നാളേക്കുള്ള പരിപാടികൾക്ക് വേണ്ടി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫുൾ കാര്യങ്ങൾ കഴിച്ച് നേരത്തോടെ കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തോടെ എന്ന് പറഞ്ഞാലും സമയം കുറേ ലേറ്റായി. കാരണം അതിൻ്റെ ഇടയിൽ കുറേ പണികളുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മെഡിസിനൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഒരാൾക്കും റിപ്ലൈ തരാൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ടാണ് സ്റ്റാറ്റസിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് മുഴുവൻ എനിക്ക് പെൻഡിങ്ങിലുള്ള സംഭവങ്ങളാണ്. കാരണം ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന എൻ്റെ കസ്റ്റമേഴ്സ് എന്നോട് ക്ഷമിക്കണം. നാളെ ഒരു ദിവസം കൂടി എനിക്ക് നല്ല തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഓർഡേഴ്സ് ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ. കാരണം ആൻസൺ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ പിന്നാലെ പോകേണ്ട ഒരവസ്ഥ എനിക്ക് വന്നു. കാരണം വീഡിയോ എടുത്ത് കൊടുക്കുക വേണമല്ലോ. മുമ്പ് എങ്ങനെ വെച്ചൊരു ടീമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഡിവൈനെ വിടാറ പതിവ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഡൗൺ ഇല്ലാത്തതുകൊണ്ട് ഡിവൈനത് പറ്റില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്, നമ്മളിവിടെ വെച്ചാണല്ലോ നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു അവസാനമല്ല, ഒരു തുടക്കമല്ലേ. 14 തീയതി ജൂൺ 14 ഒരു തുടക്കമാണ്. അപ്പോൾ ആദ്യത്തെ ആളായിട്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ പാച്ചുവിനുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ബേബിക്ക് കെസ്റ്ററിനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. നാളെ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. അവനും 3 വയസ്സാണല്ലോ. 3 വയസ്സിൻ്റെ ഒരു മെഴുകുതിരിയും ബർത്ത്ഡേ ക്യാൻഡിൽസും ചന്ദനത്തിരിയും പിന്നെ സാധാരണയുള്ള മെഴുകുതിരി. അപ്പോൾ ഇതാണ് നമ്മളുടെ കെസ്റ്റർ, ഞങ്ങളുടെ ഇവിടുത്തെ കെസ്റ്റർ. അപ്പോൾ കുട്ടികളോട് ബേബി എവിടെയും ചോദിച്ചു ഇവർ ഓടി ചെന്നിട്ട് ഇവൻ്റെ അടുത്തേക്കാണ് ചെല്ലാട്ടോ. അപ്പോൾ അന്ന് തൊട്ടുള്ള ബേബിയാണ് ഞങ്ങളുടേത്. ഇത് ഡിമ്പിളുടെ റൂമിൽ ഉറങ്ങുന്ന ഒരു മാലാഖക്കുട്ടി, അതായത് നമ്മളുടെ കെസ്സിൻ്റെ ഒരു രൂപം തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ബർത്തിൻ്റെ സംഭവങ്ങൾ. രണ്ടാളുടെയും, ഒന്നിൽ ചിറക് മാത്രം, ഒന്നിൽ നമ്മുടെ പാച്ചുക്കുട്ടൻ. അപ്പോൾ അവരുടെ വെയ്റ്റും ഡോക്ടറും മറ്റേ ബ്ലഡ് ഗ്രൂപ്പും സ്ഥലവും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എപ്പോഴും അത് ഒരു നല്ലൊരു ഓർമ്മയായിട്ട് എപ്പോഴും അത് അവിടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കെസ്റ്ററും കെന്നും 2 പേരും ഒരുപോലെ ഇവിടെ ഉണ്ട് എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ണോട് അപ്പോൾ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാച്ചുവിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം പാച്ചു എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും എവിടെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് കണ്ടമാനം കുട്ടികൾ, ഗ്രൂപ്പിൽ മാത്രമല്ല കുറേ പേര് എനിക്ക് ബർത്ത്ഡേ വിഷുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊക്കെ നല്ല നല്ല പാട്ടുകൾ ഇട്ടിട്ടാണ്, നല്ല കേൾക്കാൻ രസമുള്ള പാട്ടുകളാണ്. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടുന്നത് കാരണം എനിക്ക് ആ സോങ് ഇടാൻ പറ്റില്ല. എന്നാലും എനിക്ക് ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോസ് ഞാൻ കുറേ പാച്ചുവിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഒരു 33 മിനിറ്റിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യാനിട്ടു. പക്ഷേ എന്തോ അത് ഫുൾ ബ്ലറായി. അത് ഈ ഫോണല്ലായിരുന്നു, കാരണം മറ്റേ ഫോണിലാണ് ഫുൾ വീഡിയോസ് ഉണ്ടായിരുന്നത്, പാച്ചുവിൻ്റെ പണ്ടത്തെ തൊട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടപ്പോൾ അതിലെനിക്ക് തോന്നുന്നു സ്പേസ് ഇല്ലാണ്ടാന്ന് തോന്നുന്നുണ്ട്, ആകെ ഒരു ഗ്രീൻ കളറായിട്ട് മാറി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ പിന്നാലെ നിന്നിട്ട് കാര്യമില്ല, കാരണം എത്ര എന്ന് വെച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നല്ലത് ഇതിനകത്ത് ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടാമത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ചെറുപ്പം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് രണ്ടാമത് എഡിറ്റ് ചെയ്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഞാൻ പോലും കാണാത്ത കുറേ ഫോട്ടോസ് തിരഞ്ഞെടുത്തിട്ട് ഓരോരുത്തരിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കുട്ടികളുടെ ഫോട്ടോസ് അങ്ങനെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഫേസ്ബുക്കിലായാലും അങ്ങനെ നോക്കി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അല്ലാണ്ട് തന്നെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് കാണും, അത് വിട്ടുകളയും. പിന്നെ എൻ്റെ ഗാലറിയിലുള്ളത് എനിക്ക് കാണാമെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ തിരയാറില്ല. പക്ഷേ ബർത്ത്ഡേ ആഘോഷങ്ങൾ വരുമ്പോഴാണ് കുട്ടികളിങ്ങനെ എവിടേക്കോ ഉള്ള ഫോട്ടോസൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പോലും കാണാത്ത കുറേ ഫോട്ടോസ് എനിക്ക് തോന്നുന്നു ഇത് കൂടെ ഞാൻ കണ്ടു. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് പറയും. പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഒരു ഗൂഗിൾസ്, ഈ ഒരു കണ്ണട അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, കൂളിംഗ് ഗ്ലാസ്. ഞാൻ പറയും ഡോണങ്കയുടെ പോലെയാണെന്ന് പറയും. ഡോണ് പണ്ട് തൊട്ട് അങ്ങനെ എപ്പോഴും ഒരു കൂളിംഗ് ഗ്ലാസ് കയ്യിൽ വേണം. ഇപ്പം ഗൂഗിൾസ് എന്ന് പറയും, പല രീതിയിലാണ് പലരും പറയാം. അപ്പോൾ പാച്ചുവിന് ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാച്ചുവിന് എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്തിട്ട് ഓരോന്ന് വാങ്ങിക്കാറുണ്ട്. ഇപ്പം നാളത്തെ ബർത്ത്ഡേയുടെ ഡ്രസ്സിനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് അത് അവനെ മനസ്സിലാക്കിക്കൊണ്ട് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. എല്ലാ
ഇതിലും അതിൻ്റെ ആ കണ്ണട വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഒക്കെ നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ കുട്ടികളുടെ പേരുകൾ പറയില്ല, കാരണം ഒരാളുടെ പേര് എങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു വിഷമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരെടുത്തതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഏറ്റവും സന്തോഷമുള്ള ഒരു 3ാമത്തെ വയസ്സ്. കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ച് എല്ലാ കഴിവോടും കൂടിയിട്ടുള്ള ഒരു പൊന്നു മോനെയാണ് ദൈവം നമ്മൾക്ക് തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഇന്ന് തന്നെ ഇപ്പോൾ ഡിംപിൾ 12:05 ആയപ്പോഴേക്കും പറഞ്ഞു, മമ്മി എൻ്റെ ഫോണിൽ മെസ്സേജുകൾ വിഷസ് വന്ന് നിറഞ്ഞു, ഇത്രയും പേരുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളറിയാത്ത എത്രയോ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പാച്ചുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും. ഞാൻ നിസ്സാരം ഇന്നലെ പാച്ചുവിന് വയ്യാന്ന് പറഞ്ഞപ്പോഴേക്ക് ഇന്ന് എനിക്ക് ഫുൾ മെസ്സേജുകളായിരുന്നു, എന്തായി പാച്ചുകുട്ടനെ എന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ എന്താ പറയുക, സാധാരണ കുട്ടികളെ വിട്ട് എല്ലാവർക്കും അവനോടൊരു ചെറിയ പരിഗണനയുണ്ട്. പിന്നെ വളരെ അപൂർവം കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാണ്ട് അതിപ്പോൾ നമ്മൾ കാര്യമാക്കി എടുക്കാറില്ല. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ പരദൂഷണം പറയാം അതൊക്കെ അവരവരുടെ പണി ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല, കാരണം അവരത് ശീലിച്ചതാണ്. അപ്പോൾ അതവിടെ പാലിക്കുക തന്നെ ചെയ്യും. അതങ്ങനെയാണ്, ശീലിച്ചതേ പാലിക്കൂ എന്ന് പറയും. അപ്പോൾ അത് പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, അതൊക്കെ ഇങ്ങനെയുള്ളവരെ വെച്ചിട്ടാണ് അങ്ങനെ കാരണന്മാർ ഓരോ ചൊല്ലുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതവരങ്ങനെ അങ്ങോട്ട് തുടർന്നോട്ടെ കേട്ടോ, അത് നമുക്കൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു കുട്ടിയിൽ കേട്ടോ, ജില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി. ഇപ്പോൾ നാളത്തെ ബർത്ത്ഡേയുടെ വീഡിയോയിലും കണ്ടറിയാം, എല്ലാത്തിലും ഓരോ സ്മൈലി ഇടും, ഇങ്ങനെ ഒരു വെറുപ്പിക്കുന്ന പോലത്തെ കുറേ സ്മൈലികൾ, ഇല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത കുറേ ഇംഗ്ലീഷ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ കുറേ കമൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോ ഇടാൻ, കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനത് വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താ ഉദ്ദേശിക്കണേന്ന് അറിയില്ല. ഒന്നൊരു ബർത്ത്ഡേ വിഷയമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. വെറുതെ ഒരേ ഗോഷ്ടി കാണിക്കുന്ന അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തുന്ന കുറേ സ്മൈലികൾ ഇടും. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു കോമഡി അല്ലേ, ഇടയ്ക്ക് അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണാത്ത കുറേ ഫോട്ടോസ് ഇട്ടിട്ട് നമ്മുടെ പാച്ചൂട്ടൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ തോമുൻ്റെ ബർത്ത്ഡേക്കും അതെ കുറേ പേര് അയച്ചിരുന്നു. എൻ്റെയും കുട്ടികളുടെയും നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം വന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെ മനസ്സറിഞ്ഞ് ഓരോ വിഷയങ്ങൾ അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മേലിലും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന അനുഗ്രഹവും നമ്മളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം. കാരണം എപ്പോഴും എന്താ പറയുക, നമ്മൾക്ക് പേടിയാണ്, എന്നും പേടിയാണ്. കാരണം അനുഭവം കൊണ്ട് നമുക്ക് എന്ത് വരുമ്പോഴും നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലായാലും നമ്മളുടെ ഫാമിലിയുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾക്ക് എപ്പോഴും ഓരോ കാല് വയ്ക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഭയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന വേണം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പം നമ്മളുടെ 3 വയസ്സിൻ്റെ ഫോട്ടോഷൂട്ടാണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോസ് ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഡിംപിളുടെ വീഡിയോസിൽ ഇപ്പോൾ ഇന്നലെയോ മിനിയാന്ന് ഇട്ടിട്ടുണ്ട് നല്ല ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് കേട്ടോ. ഇത് പാച്ചു ശരിക്കും 3 വയസ്സിൽ വലിയൊരു മോൻ്റെ പോലെ തന്നെയായി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മുടെ റോസും അന്നയും അവരൊക്കെ വിഷ് ചെയ്ത ഫോട്ടോസാണ് കേട്ടോ. ഇത് നമ്മുടെ ഏട്ടൻ്റെ വക, തോമുച്ചേട്ടൻ്റെ വക പാച്ചുക്കുട്ടനുള്ള വിഷയമാണ്. ഇത് ഡിവൈൻ ആൻറ്റി, അവൻ്റെ അമ്മയാണ്. അപ്പോൾ അവൻ്റെ ഹീറോ ആയിട്ടിരിക്കുമ്പോൾ അന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കെസ്റ്ററിനുള്ള എല്ലാതും ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നാളെ രാവിലെ പോയിട്ട് ആദ്യം അവനെ പോയി കണ്ടിട്ട് വേണം പിന്നെ പാച്ചുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം ഇന്ന് തുടങ്ങുകയാണ്, അവസാനിക്കുകയല്ല, ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.